മൃഗീയ ഭൂരിപക്ഷത്തിൽ രാജ്യസഭ MP ആയ വ്യക്തിയാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. BJPയുടെ ബാനറിൽ വിജയിക്കാൻ എന്തുകൊണ്ടും യോജിച്ച വ്യക്തി തന്നെയാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. രാജ്യദ്രോഹ കുറ്റത്തിന് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നിരപരാധികളായ നിരവധി പേരുടെ ജീവനുകൾ എടുത്ത കടുത്ത വർഗീയവാദി. ഹിന്ദുത്വവാദവുമായി മുന്നോട്ടു പോകുന്ന BJPക്ക് എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ടാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. എന്നാൽ ഇപ്പോൾ ഒരാൾക്ക് അർഹതപ്പെട്ടത് മാത്രമേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്ന വലിയ പാഠം അറിയാത്തവർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം വേദനകൾ സഹിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒരുപാട് നാളായി പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇവർ. കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രഗ്യാ സിംഗ് താക്കൂറിന് അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടി സാധിച്ചില്ല. ചടങ്ങിനിടയിൽ വേദിയിൽ തലകറങ്ങി വീഴുകയായിരുന്നു പ്രഗ്യാ സിംഗ് താക്കൂർ. BJPയുടെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭോപ്പാലിലെ BJP ഓഫീസിൽ നടന്ന പരിപാടിക്കിടയിലാണ് പ്രഗ്യാ സിംഗ് തലകറങ്ങി വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ദില്ലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രഗ്യ കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ തിരിച്ചെത്തിയതിനു ശേഷം തന്റെ ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. തലച്ചോറിലെ പഴുപ്പും കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകയാണ് പ്രഗ്യ ഇപ്പോൾ. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കോൺഗ്രസ് ആണെന്നാണ് പ്രഗ്യാ സിംഗ് പറയുന്നത്. ശരിയാണ്, കോൺഗ്രസ് ഭരണകാലത്ത് പ്രഗ്യയ്ക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നിരപരാധിയായ ഒരു സ്ത്രീ അനുഭവിച്ച യാതനകളല്ല, മറിച്ച് വർഗീയത തലയ്ക്ക് പിടിച്ച് നിരപരാധികളെ ബോംബെറിഞ്ഞു കൊന്ന മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയായ രാജ്യദ്രോഹിയായ പ്രഗ്യാ സിംഗിന് നിയമം അനുശാസിച്ച് ശിക്ഷ വാങ്ങി നൽകിയ കോൺഗ്രസ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വത്തിന്റെ മുറിവുകളാണ്. ഒരുപാട് നിരപരാധികളുടെ കുടുംബങ്ങളുടെ കണ്ണീരിന്റെ ശാപമാണ് പ്രഗ്യ ഇന്ന് അനുഭവിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം. അധികാരത്തിനു വേണ്ടി RSS പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ വേണ്ടി നിരപരാധികളെ വേട്ടയാടി RSSനെ പ്രീതിപ്പെടുത്തിയ പ്രഗ്യയ്ക്ക് പാർട്ടി നൽകിയ പാരിതോഷികമാണ് MP എന്ന സ്ഥാനം. എന്നാൽ അതിനുശേഷം കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നറിയാതെ ഇരുട്ടിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. ഒരിടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലെത്തിയ പ്രഗ്യയ്ക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാനും സാധിച്ചില്ല. അർഹതപ്പെട്ടത് മാത്രമേ ആഗ്രഹിക്കാൻ പാടുകയുള്ളൂ എന്ന് പ്രഗ്യാ സിംഗിനെ മുൻനിർത്തി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.